ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിലാണ് ഉള്ളത്. ഇന്നെന്തായാലും നേരെ വിടുന്നത് അബുദാബിയിലേക്കാണ്. നമുക്ക് അബുദാബിയിലുള്ള ഏകദേശം എല്ലാ മെയിൻ സ്ഥലവും ഒറ്റ ദിവസം കൊണ്ട് ചുറ്റി കാണാനായിട്ട് പോണെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ മീൻസ് നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, നേരെ അബുദാബി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി അവിടെ നിന്ന് രാത്രി ഒരു ബസ് പിടിച്ച് ദുബായിലെത്തി. കാരണം സ്റ്റേ അടിക്ക് എപ്പോഴും ദുബായ് തന്നെയാണ് ബെസ്റ്റ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് വലിയ ഡിസ്റ്റൻസ് ഇല്ല. വണ്ടിക്ക് പിടിച്ച 1 മണിക്കൂറേ ഉള്ളൂ നേരെ അബുദാബിയിലെത്താൻ. എന്തായാലും നമുക്കൊരു കാറുണ്ട്, സോ കാറ് താഴെ പോരും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ അബുദാബിയിലേക്ക് വിടാം. അബുദാബിയിൽ ഏകദേശമുള്ള മെയിൻ സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇന്നെന്തായാലും റിട്ടേൺ അടിക്കാം. ഗൈസ്, പറയാൻ വിട്ടു, ഇത് നമ്മുടെ ഹോട്ടലിന്റെ ഒരു മോർണിംഗ് വ്യൂ ആണ്. നമ്മൾ ഇന്നലെ നൈറ്റ് വ്യൂ ആണ് കാണിച്ചത്, രാത്രിയാണല്ലോ ചെക്ക് ഇൻ ചെയ്തത്. സോ നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുട്ബോൾ ഫീൽഡ് കാണാം. ഇവിടെ രാവിലെ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു ഏർലി മോർണിംഗ്. ഇപ്പം നല്ല ചൂടാണ്, എനിക്കിവിടെ നിന്നാൽ തന്നെ നല്ല ചൂടടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു പറയാൻ കാരണം നമുക്കിവിടെ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്. ഫോക്കസ് ആവട്ടെ ഗൈസ്. ഓക്കെ, ഇതേ ഇരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ബൂർജ് അൽ അറബ്. സോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ലോകത്തിലെ ഏക 7 സ്റ്റാർ ഹോട്ടൽ ബൂർജ് അൽ അറബ്. എന്തായാലും നമ്മുടെ റൂമിൽ നിന്ന് ബൂർജ് അൽ അറബിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ വന്നപ്പോൾ ബൂർജ് ഖലീഫ വ്യൂ ഉണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് ബൂർജ് അൽ അറബ് വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് ജുമേറ ഏരിയ കേട്ടോ. ആ അൽ അറബിന്റെ ഫ്രണ്ട് സൈഡ് മീൻസ് ആ ഒരു സൈഡാണ് പാം ജുമേറ ആയിട്ട് പറഞ്ഞത്. പിന്നെ നമുക്കിവിടെ നിന്ന് മെട്രോയുടെ ഒരു ഇത് കാണാം. ഈ ഒരു മേൽപ്പാലം കണ്ടോ, അത് മെട്രോയുടെ പാലമാണ്. അത് താഴെ വണ്ടി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇവിടെ അങ്ങനെ കാര്യമായിട്ട് എടുത്ത് പറയാൻ വേറെ വ്യൂവും കാര്യങ്ങളൊന്നുമില്ല. ഈ ബൂർജ് അൽ അറബ് മാത്രമേ ഉള്ളൂ, വേറെ വ്യൂ ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഇനി നേരെ അബുദാബി വിടാം. നമ്മളപ്പോൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് ഷേഖ് സയദ് ഗ്രാൻഡ് മോസ്കിലാണ്. കയറി വരുമ്പം തന്നെ എന്തോ മോള് പോലെയാണെന്ന് തോന്നുന്നു. ഇവിടെ മേളിലായിട്ടാണ് മോസ്ക് പറഞ്ഞത്. നമ്മളപ്പോൾ ഉള്ളിലോട്ട് കടന്നു. വിസിറ്റ് കാര്യങ്ങൾ ഫ്രീ ആട്ടോ, ഇവിടെ വേറെ പൈസയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്നേ ഉള്ളൂ. ജസ്റ്റ് ഇവിടെ വന്നുപോയി ആൾക്കാരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യൂവിന് വന്നുപോയി, മാർപ്പാപ്പയ്ക്ക് വന്നു പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഹിസ്റ്ററി ആണെന്ന് തോന്നുന്നു ഈ ഒരു സൈഡിൽ കാണിക്കുന്നത്. നവംബർ 5, 1996 കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. സോ അതിൻ്റെ പ്രോസസ്സൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിസംബർ 2007 ഓപ്പൺ ആയത്. ഇതാണ് ഒരു നൈറ്റ് വ്യൂ. നടപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല നടപ്പുണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളിലോട്ട് കിടന്നു. എന്താ ഭംഗിയെന്ന് നോക്കിയിട്ട് സംഭവം കൊള്ളാട്ടോ. ഫ്ലോർ ടൈൽസ് ഉണ്ട്, അതാണ് ഏറ്റവും അടിപൊളി. അങ്ങനെ പിക്കൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഈ സൺഷൈൻ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ട് നല്ല രീതിക്ക് ഇത് ഷൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ. പച്ചപ്പാണ്, അപ്പുറത്തെ റോഡാണ്. ഇവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. എല്ലാവർക്കും ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഉള്ളിലോട്ടൂടെ പോകാമെന്ന് തോന്നുന്നു, വരാത്തോട്ട് നോക്കാം. ഗൈസ്, പിന്നെ ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. അതാണ് പിന്നെ ഏറ്റവും ശോകം. ഈ സമയം അങ്ങനെയാണല്ലോ, നല്ല വെയിലും അത്യാവശ്യം നല്ല ചൂടുണ്ട്. കുഴപ്പമില്ല, സൈക്കബിളാണ്. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോവാം. എന്തായാലും ഉള്ളിലോട്ട് കയറാം ഗൈസ്. ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അത് തന്നെ വെള്ളമാണ് ഈ ഒരു ഭാഗം. ഇതാണ് ഗൈസ് അത്തോട്ട് വരുമ്പോൾ കാണുന്നത്.
ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. ഇങ്ങനെ വരുമ്പോൾ നോക്കിക്കേ ടൈൽസും. ആകാശമൊക്കെ നല്ല എം ടി ആയിട്ട് കിടക്കണോണ്ട് നല്ല അടിപൊളിയാണ്. മാരക വ്യൂ. ഇവിടെ എവിടെ നോക്കിയാലും അടിപൊളി വ്യൂ കേട്ടോ. ഏത് ആംഗിളിലും നോക്കിയാലും അടിപൊളി വ്യൂ ആണ്. മൊത്തത്തിൽ ആ വൈറ്റ് തീമിൽ ചെയ്തേക്കണോണ്ട് തന്നെ സംഭവം അടിപൊളി. നമ്മുടെ താജ്മഹലിനെ ആസ്പദമാക്കി മീൻസ് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്തതെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ലാഹോറിൽ ഏതൊരു പാലസ് ഉണ്ട്, അതും നമ്മുടെ താജ്മഹലും അതിൻ്റെയൊക്കെ ഒരു പാറ്റേണിലാണ് ചെയ്തേക്കണത്. അതുപോലെ ഇത് അപ്പുറത്തെ സൈഡാണ്. നമ്മളപ്പോൾ ആ സൈഡിൽ നിന്നാണ് വന്നത്, എന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നു. വ്യൂ പക്ഷേ ഒരു രക്ഷയില്ല. രണ്ട് സൈഡും അടിപൊളി. രണ്ടും ഐഡൻറ്റിക്കലാണെന്ന് തോന്നുന്നു, രണ്ടും ഒരേപോലെയാണ്. ഇതാണ് ഗൈസ് അകത്ത് വന്നിട്ടുള്ള കാഴ്ച. നമ്മളിപ്പോൾ മോസ്കിൻ്റെ ഇൻസൈഡിലാണ് ഉള്ള കേട്ടോ. അടിപൊളി. ലൈറ്റ് നോക്കിക്കേ. ഇവിടെ ഒരു ക്ലോക്ക് കൂടെ കാണാം ഗൈസ്. ഇതെന്തേരം ക്ലോക്കാണെന്ന് അറിയില്ല, പക്ഷെ സംഭവം അടിപൊളി. അല്ല അറബിയിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അതായി നമ്മളിപ്പോൾ വന്ന വഴി കൂടെ തന്നെയാണ് എക്സിറ്റ് ചെയ്യണത്. അപ്പുറത്തൂടെയാണ് വന്നത്, ആ വഴി കൂടെ തന്നെ ആയിരിക്കും എക്സിറ്റ് ചെയ്യണത്. പക്ഷെ ഇവിടുത്തെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. ഇതൊക്കെ കണ്ട. നമ്മൾ അടുത്ത ഹോളിലേക്ക് വന്നു. ഇവിടെയും മറ്റേ ക്ലോക്ക് ഉണ്ട്. അടുത്തൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നത്. ഇതും മറ്റേ സ്ഥലത്തിൻ്റെ തന്നെ വേറൊരു ഭാഗമാണെന്ന് തോന്നുന്നു. രണ്ടും സിമിലറാണ്. സംഭവം കൊള്ളാം. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ആദ്യം വന്ന സ്ഥലത്ത് തന്നെ ഒന്നെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെ തോന്നണത്. നമ്മൾ ഇതുവഴിയാണെന്ന് തോന്നുന്നു ആദ്യം വന്നത്, അല്ലെങ്കിൽ ഇത് മറു സൈഡായിരിക്കും നമ്മൾ ആദ്യം വന്നത്. എന്തായാലും പോയി നോക്കാം. നമ്മളപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് ഗൈസ്. എസ്കലേറ്ററിലാണ് അപ്പുറത്തൂടെ വന്നത്. സോ ഇതുവഴി എക്സിറ്റ് ചെയ്യുന്നു. ഇനി എന്തായാലും മിക്കവാറും കോസ്റ്റ കോഫിയുടെ ഒക്കെ അവിടെ എത്തുമായിരിക്കും. നമ്മൾ ആദ്യം വന്ന ഒരു മോള് കണക്കിന് ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല, അവിടെ ആയിരിക്കും മിക്കവാറും എത്തുന്നത്. എന്തായാലും പോയി നോക്കാം. ആൻഡ് നമ്മളങ്ങനെ എക്സിറ്റിലേക്ക് എത്തി. അതുവഴിയാണ് നമ്മൾ വന്നത്. ആ മെറ്റൽ ഡിറ്റക്ടർ കണ്ടില്ലേ, അവിടെ കൂടെ വന്നത്. ഇവിടെ എന്തായാലും എക്സിറ്റ് ചെയ്യാം. നോക്കിയാൽ വെള്ള ഡിസൈൻ. ഇവിടെ ഒരു ലിഫ്റ്റ് കാണാം, അവിടെയും അടിപൊളിയാണ് ഈ വെള്ള ഡിസൈൻ വെച്ചിട്ട്. ഇവിടെ കുറേ സൂനിയർ ഷോപ്സ് ഉണ്ട്. ആസ് യൂഷ്വൽ ദുബായിലായാലും നമ്മൾ എവിടെ ചെന്നാലും എന്താ പറയുക, പോക്കറ്റ് കാലിയാക്കാൻ വേണ്ടി ഇതേപോലെ കുറേ സ്ഥലങ്ങൾ കാണാം. ഇവിടെ ഉണ്ടാവും. കയറി വന്നപ്പോഴട്ടോ ഗൈസ് കണ്ടത്, നോക്കിക്കേ, ക്യാമലിൻ്റെ പാൽപ്പൊടി. 14 ദിറംസാണ്. നാട്ടിലൊരു 320 രൂപ സംതിങ് വരും. ഇവിടെ കുറേ ഇരിപ്പുണ്ട്, ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടെ നിന്നൊന്നും വാങ്ങാൻ പോണില്ല, വെറുതെ ഇങ്ങനെ നോക്കണമെന്നേ ഉള്ളൂ. അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ. അതുപോലെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പം നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഒരു ഓവറോൾ ഫോം ഇവിടെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അടി കൂടെ മീൻസ് അടിയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ കയറി വന്നത്. ഈ ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റിയില്ല, എന്നാലും കുഴപ്പമില്ല. ഫ്രണ്ടിൽ കൂടെ കയറിയപ്പോൾ വെയിൽ കൊണ്ടും മറ്റേ ചിക്കൻ തന്തൂരി ആവുമായിരുന്നു. നല്ല വെയിലാട്ടോ പറയേണ്ട കാര്യമാണ്, നല്ല വെയിലുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ്. സംഭവം എന്തായാലും കൊള്ളാം. പിന്നെ ആ വഴി എക്സിറ്റ് ചെയ്യാം. പൈസ. അപ്പോൾ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടാണിത്. ഇവിടെയാണ് ഈ ഒരു മോളിൻ്റെ സെറ്റപ്പ്. മോളൊന്നുമില്ല, ഇത്രയും കടകളേ ഉള്ളൂ. പക്ഷേ ഇവിടെ KFC, കോസ്റ്റ കോഫി, സ്റ്റാർബക്സ്, ബർഗർ കിങ് ഒക്കെ ഉണ്ട്. നമുക്കെന്തായാലും ഇവിടെ നിൽക്കേണ്ട, നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വിടാം. കേട്ടോ ഗൈസ്, പുറത്തുനിന്നുള്ള വ്യൂ. എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. നമ്മളിപ്പോൾ വന്നത് എമിറേറ്റ്സ് പാലസ് അബുദാബിയിലാണ്. ഇവിടുത്തെ കിങ്, ഇവിടുത്തെ റൂളർ നേരത്തെ ഇവിടെയായിരുന്നു താമസം. പിന്നെ ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്.
ഇടയ്ക്ക് ആളിവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. വരുമ്പം തന്നെ ഒരു ബ്രൗണിഷ് തീമിലാണ് ചെയ്തേക്കണത്. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ അടിപൊളിയാണ്. അത് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ലാസ്റ്റ് കാണിക്കാം. നമ്മളിപ്പം മേലോട്ട് കയറി വന്നു, ഇനി പുറത്ത് എത്തിയിട്ട് ഔട്ട്സൈഡ് വ്യൂ കാണിക്കാം. വരുമ്പം തന്നെ നല്ല റോയൽ ഫീല്. ലൈറ്റ്സ് നോക്കിയൊക്കെ ഗൈസ്, സീലിംഗ് ലൈറ്റ്സൊക്കെ എല്ലാം അടിപൊളിയാണ്. നമുക്കപ്പോൾ ഇനി തുറന്നുള്ളിലോട്ട് പോകാം. പണ്ട് രാജാവ് ഇങ്ങനെയായിരിക്കും തുറന്നുള്ളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ കിങ്ങിൻ്റെ പിക്ക് കാണാം. നല്ല വലുതാണ്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാൻ പാടില്ല. അയ്യോ, പിന്നെ ഇതുവഴി കയറി വരുമ്പോൾ ഒരു വലിയൊരു ഏരിയ ആണ് ഇത്. മറ്റൊരാളൊഴിഞ്ഞ ലുലു മോൾ പോലെ ഉണ്ട്. ശരി, എൻ്റെ ദൈവമേ, നോക്കിക്കേ, ഇത് എത്ര നിലയാണോ നോക്കിക്കേ. കറക്റ്റ് അത് തന്നെ, ഇതൊരു ഷോപ്പിംഗ് മോളൊക്കെ ഉണ്ട്. എല്ലാ സ്പേസും ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ എല്ലാം വൈഡ് ആംഗിളിലിട്ട് കാണിച്ചു തരണയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ തിരക്ക് കുറവാണ്. അപ്പം ഫ്രീ ആയിട്ട് ഇതുവഴി നടക്കാം. മേളിലോട്ടൊക്കെ കുറേ നിലകൾ. അവിടെ നിന്ന് കയറി വരുമ്പം ഇത് അടുത്തൊരു സെക്ഷനിലേക്കാണ് വരുന്നത്. ഇൻറ്റീരിയറൊക്കെ എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ലൈറ്റ്, അതെ അതെ അതെ, ലൈറ്റ് തന്നെയാണ്. ലൈറ്റ്സൊക്കെ വെച്ചിട്ട് നല്ലൊരു ഡിസൈൻ. കണ്ടോ, ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. എന്തോ കാണാൻ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് എവിടെ തുടങ്ങണം എന്നിട്ട് എവിടെ നിർത്തണം എന്നതാണ് ഇവിടെ അറിയാൻ പാടില്ലാത്തൊരു കാര്യം. എസ്കലേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. താഴോട്ട് പോകണമെന്നറിയില്ല, പോയി നോക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ. അയ്യോ, ഏതാ വ്യൂ എന്നറിയാമോ? ഇത് ക്യാമറയിൽ അത്ര നന്നായിട്ട് കിട്ടില്ല, പക്ഷെ അടിപൊളി വ്യൂ. ഈ വെള്ള കളറിൽ കിടക്കണ എല്ലാം സാൻഡാണ്. മറ്റേ ചുട്ടുകൊള്ളണ വെയിലത്ത് തിളങ്ങിക്കണ സാൻഡ്. പക്ഷെ ഭയങ്കര നല്ല വ്യൂ. നമ്മുടെ ഒരു GTA വൈ സിറ്റിയിലൊക്കെ കാണുമ്പോഴത്തെ ഒരു ഫീല്. അതുപോലെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ റോളക്സിൻ്റെ ഒക്കെ വാച്ചസ് ഇരിക്കണതാണ്. റോളക്സ് ഉണ്ട്, പിന്നെ ടൂഡോറ, വേറെ ഏതോ ബ്രാൻഡ്സൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഒറിജിനൽ റോളക്സ് വാച്ച്. ഏതാ. അതുപോലെ തന്നെ നമ്മളൊരു കാർപ്പറ്റ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കൊള്ളാം കേട്ടോ ഗൈസ്, നല്ല രസമുണ്ട്. ഭയങ്കര സൈലൻ്റാണ് ഇവിടെ. അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് നല്ലൊരു വൈബാണ്. വേറെ ഒന്നും കാണാനില്ല. നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങിയിട്ട് പുറത്തെ വിഷ്വൽസ് നോക്കാം. അപ്പോൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഗൈസ്. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടോ, മറ്റേ പാലസിലുണ്ടായിരുന്ന പോലത്തെ ഒരു വ്യൂ തന്നെയാണ്. നമ്മുടെ നേരത്തെ പോയി ആ പാലസിലുണ്ടായിരുന്ന പോലത്തെ ഒരു സിമിലർ വ്യൂ. പുറത്തോട്ട് ഇറങ്ങിപ്പോയ ഭയങ്കര വെയിൽ. നമുക്കെന്തായാലും അപ്പുറത്തൂടെ എക്സിറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂ കാര്യങ്ങൾ നോക്കാം. പിന്നെ പുറത്തിറങ്ങി വരുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ 3-4 ടവർ ഉണ്ടോ, നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? എൻ്റെ പേര് എന്തോ എമിറേറ്റ്സ് ടവേഴ്സ് അങ്ങനെ എന്തുകൊണ്ടോ ആണ്. പക്ഷേ സംഭവം ഒരു സിനിമയിലുണ്ട്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ അതിൻ്റെ കുറേ സീൻസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഈ പൊക്കമുള്ള ബിൽഡിങ്, ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് പാർട്ടി ഏരിയ, അങ്ങനത്തെ ഒരു ഏരിയ ആണ്. നമ്മുടെ അംബാനിയുടെ മോളുടെ കല്യാണം, അല്ല മോൻ്റെ കല്യാണം കുറച്ച് ആൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആളിവിടെ ഒരു 3 ദിവസം ഇവിടെ വെച്ച് പാർട്ടി നടത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ സ്റ്റേഴ്സ് ഉണ്ട്, താഴെ ഇറങ്ങി നിന്നിട്ട് ഒരു കറക്റ്റ് വ്യൂ നോക്കാം. ഇതാണ് ഗൈസ് ഒരു ഓവറോൾ വ്യൂ. ഇതുണ്ടോ, ഇങ്ങറ്റത്തന്നേ തുടങ്ങണയാണ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി 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 ഇതേ ഈ അറ്റം വരെ ഉണ്ട്. സംഭവം എന്തായാലും കൊള്ളാം, അടിപൊളി. താഴെ ഉണ്ടോ വെള്ളം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഓവറോൾ വ്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും നല്ല ടൈൽസ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചൂടാണ് സഹിക്കാൻ വയ്യാത്ത. ഇതൊരു കാറ് നോക്കിക്കോ, സാധനം കൊള്ളാം കേട്ടോ. സാധനം അറിയാൻ പാടില്ല, പക്ഷെ കൊള്ളാം. ഇതാണ് നമ്മളൊരു വൈഡ് ആംഗിളിൽ നിന്ന് എടുക്കുമ്പോഴുള്ളൊരു വ്യൂ. ചൂട് വൻ ചൂടാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പാലസ് ഉണ്ടോ, ഇവിടെയാണ് ശരിക്കുള്ള അബുദാബി കിങ് നിലവിൽ താമസിക്കുന്ന പാലസാണിത്. ഇവിടെയും ഉണ്ട്, പിന്നെ ഇവിടെയും 2 പാലസ് ഉണ്ട്. ഇവിടെയാണ് ശരിക്കും നമ്മുടെ അബുദാബിയുടെ രാജാവ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ബീച്ച് വ്യൂ എന്താ പറയുക പ്ലേസാണ്. ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, നൈസായിട്ട് ഇവിടെ കയറി കഴിക്കാമെന്ന് ഓർത്ത്. ഈ ഏരിയയൊക്കെ അടിപൊളിയാണ് കേട്ടോ.
ദുബായിനെ വെച്ച് നോക്കുമ്പോൾ ദുബായിൽ ഫുള്ള് ബിൽഡിങ്സ് ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്തിരി കുറച്ചുകൂടെ കാമാൻ ക്വയറ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. റോഡ്സ് കാര്യങ്ങളൊക്കെ എല്ലാം അതേപോലെ തന്നെ, ബിൽഡിങ്സിന്റെ എണ്ണം കുറവാണെന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞു, ഈ ടവേഴ്സിന്റെ പേര് എമിറേറ്റ്സ് അല്ല, എത്തിഹാദ് ടവേഴ്സ് എന്നാണ്. ഇവിടെയാണ് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ അംബാനിയുടെ മോന്റെ കല്യാണം, അതിനെന്തോ പാർട്ടി കാര്യങ്ങൾ നടന്ന സ്ഥലം. എന്തായാലും ഫുഡ് വെച്ചിട്ട് കാണാം ഗൈസ്. അവിടെ പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ശോകമായതുകൊണ്ട് നമ്മൾ നേരെ മറീന മോളിലോട്ട് വന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇനി ഇവിടെ കയറി മോളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. ഒരു ഏരിയ ആണിത്, കുഴപ്പമില്ല. എന്തായാലും അപ്പോൾ നേരെ അകത്തോട്ട് കയറാം. ഇതാണ് ഗൈസ് മോളിൻ്റെ അകം പറഞ്ഞത്. അവിടുത്തെ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെയാണ്. സോ നമുക്കവിടെ മെക്ഡി കാണാം, KFC ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്, അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്. അവിടെ താഴെ അഡിഡാസിൻ്റെ ഷോറൂം ഉണ്ട്. ഇവിടെ എന്തോ ഓഫ് ഉണ്ടല്ലോ, 25 to 50%. അതിൽ അങ്ങോട്ടൊന്നും കയറണില്ല. നമുക്ക് നോക്കട്ടെ എന്താ ഫുഡ് കിട്ടുക നോക്കിയിട്ട് എവിടെയെങ്കിലും കയറാം ഗൈസ്. ഇന്നത്തെ ഫുഡ് ടെക്സസ് ചിക്കനിലെന്നാണ്. ഇപ്പോൾ 2 പീസ് ഫ്രൈഡ് ചിക്കൻ, പിന്നെ റൈസ്, പിന്നെ എന്തോ എന്താണിത്, അച്ചാറ കറി, അച്ചാറല്ല അത് എന്തോ ഒരു സംഭവം. ഇത്രയാണ് ഇന്നത്തെ പോകുമ്പോൾ. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം ഗൈസ്. ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച മറീന മോൾ. അവിടെ നേരെ വന്നിരിക്കുന്നത് ഹെറിറ്റേജ് വില്ലേജിലേക്കാണ്. സംഭവം അടുത്താണ്, വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഇത് ലൈക്ക് മ്യൂസിയം ടൈപ്പാണ്. നമ്മുടെ അബുദാബിയുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാം. കയറി വരുമ്പോൾ തന്നെ പച്ചപ്പ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇവിടെ ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ അർച്ചീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ആദ്യം കയറാം. പിന്നെ അപ്പുറത്ത് ഹട്ട്സ്, ബോട്ട്സ്, പണ്ടത്തെ എല്ലാ ഒരു വില്ലേജ് ടൈപ്പ് പോലെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്നാൽ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, പണ്ടത്തെ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ കാണുന്നത്. ഈ സൈഡിൽ ഇതാണ് അവർക്ക് കിട്ടിയ അവാർഡ്സ് ആണെന്ന് തോന്നുന്നു. അതാണ് മൊത്തത്തിൽ ഇതിൻ്റെ അകത്തുള്ളത് ഗൈസ്. അതുപോലെ ഇവിടെ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ചാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു സൈഡാണ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടിപൊളി ബീച്ചാട്ടോ. നല്ല തെളിഞ്ഞ വാട്ടർ, കണ്ട കളറുണ്ട് വെള്ളത്തിൻ്റെ, നല്ല അടിപൊളി ബീച്ചാണ്. അപ്പോൾ ഫുള്ളൊരു ബീച്ച് വ്യൂ ആണ്. പിന്നെ കുറേ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ മെയിൻ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരുന്നത്, എന്താ സംഭവം എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ഉച്ചയായപ്പോൾ ഒടുക്കത്തെ വെയിലാണ്, നിൽക്കാൻ പറ്റാത്തത്ര വെയിലാണ് ഇവിടെ. ചൂടും അതിനനുസരിച്ചുണ്ട്. ഇപ്പം എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ, നല്ല കറുത്ത് കരിവളിച്ചിരിക്കുന്നതാണ്. ഫുള്ള് വെയിലാണ് കേസ്. വെയിലും ചൂടും നല്ല സീനാണ്. പക്ഷെ ഇപ്പം ഇത്തിരി ചൂട് കുറവുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. മീൻസ് ഞാൻ ഇപ്പോൾ വന്ന ടൈമിൽ. കഴിഞ്ഞ മാസങ്ങളിൽ ഇതിനേക്കാളും ചൂടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, സഹിച്ചല്ലേ പറ്റൂ. അപ്പുറത്ത് ഒട്ടകങ്ങളുണ്ട്, നമുക്കപ്പോൾ അപ്പുറത്തോട്ട് പോകാം ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ കയറിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഒട്ടകങ്ങൾ കാര്യങ്ങൾ കാണാൻ പറ്റുക. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. ഫുള്ളൊരു ഡെസേർട്ട് വൈബാണ് ഇവിടെ. അപ്പോൾ ഈ ഹട്ട് കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്തിട്ടിട്ടുണ്ട്. നടക്കാൻ പറ്റില്ലല്ലോ അമ്മേ. മൊത്തം ഫുള്ള് മണൽ വെച്ച് നിറച്ച് വെച്ചേക്കണേണ്. അത് അവിടെ ഒട്ടകമുണ്ട്, നമുക്ക് എന്തായാലും അടുത്തുനിന്ന് നോക്കാം. ഇത് പണ്ടത്തെ വീടിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് പാം ട്രീ ഫോൺസ് ഫ്രം ദ ഓയസിസ് ഇന്ത്യ. പാം ട്രീസ് വെച്ചുണ്ടാക്കിയ വീടുകൾ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ഇതേപോലത്തെ കുടിലുകളൊക്കെ പണ്ടുണ്ടായിരുന്നില്ലേ, സംതിങ് അതേപോലത്തെ. അയ്യോ, ഇതാണ് ഇതിൻ്റെ അകത്ത് റാന്തൽ വിളക്കുകളുണ്ട്. ഇങ്ങനെയായിരുന്നു ഇപ്പോൾ പണ്ടത്തെ ഹട്ട്. നമ്മുടെ ആടുജീവിതം സിനിമ കണ്ടിട്ടുണ്ടല്ലോ ഇതേപോലത്തെ സെറ്റപ്പൊക്കെ, അതേപോലത്തെ എന്തെങ്കിലും ആയിരിക്കണം. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മണൽ കാരണം നടക്കാൻ പറ്റണില്ല. ഒന്നാമത് ചൂടാണ്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ മണൽ. ഓഹ് സീനില്ല. നമുക്കിനി അപ്പുറത്തു നിന്ന് ഒട്ടകത്തിനെ കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ ഇത് കണ്ട കേസ്, ഇത് വെച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ഒട്ടകത്തിനെ അടിക്കണത്. അതേ ഒട്ടകം പുറത്ത് കിടക്കണം, ഒട്ടകം. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം പണ്ടത്തെ ആയുധങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കാണുന്നതെല്ലാം വാള്, അതേപോലെ പണ്ടത്തെ തോക്ക് കാര്യങ്ങൾ കാണാം. പണ്ടത്തെ ഖുറാനാണോ അതോ വേറെന്തേലും ആണോ എന്നറിയില്ല. ഒരു സംഭവം കാണാം. പിന്നെ കോയിൻസ്, സോ കുറേ കോയിൻ കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ നല്ല പണ്ടത്തെ എന്തെങ്കിലുമൊക്കെ അവർ എഴുതി പിടിപ്പിച്ചേക്കണം എന്തെങ്കിലും സംഭവങ്ങളായിരിക്കണം, എന്തെങ്കിലും കരാറ് പോലെ. പിന്നെ പനയോലയിൽ എഴുതിയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എൻ്റെ അപ്പൂപ്പൻ്റെ ഉണ്ടായിരുന്നു സംഭവം.
അതാണ് ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് കാണാനുള്ളത്. പിന്നെ ഇവിടെ ചെന്നാൽ കൂടുതൽ ആയുധങ്ങൾ കാണാം. ഇത് ഇതേപോലെ കുറെ സെക്ഷൻസ് ആയിട്ടാണ് വെച്ചേക്കണത്. നമ്മൾ കയറി ഇറങ്ങി നിൽക്കണം. കേസിലെത്തിയപ്പോ എന്താ സുഖം. എന്റെ ഫോണിൽ എഴുതി കാണിക്കുന്ന ഗൈസ് ഐഫോണിൽ ഇട്ട് കൂൾ ഡൗൺ ഒന്ന്. അത്രയും ചൂടാണ് ഇവിടെ. പണ്ടത്തെ ബോട്ട് മോഡൽസ്. പിന്നെ ഈ ഏരിയ മൊത്തം പ്രൊഡക്ട്സിന്റെ സെയില് കാര്യങ്ങളൊക്കെയാണ്. കാർപ്പറ്റിലൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ട് വെറുതെ ആൾക്കാരെ പറ്റിക്കേണ്ട സംവിധാനമില്ലേ, അങ്ങനെയും പറയാം. ഇവിടെ എന്തൊക്കെയോ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, പണ്ടത്തെ കാസിലുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ, ഈ ഫോർട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ. പക്ഷെ ഏകദേശം ഒക്കെ ക്ലോസ്ഡ് ആണോന്ന് അറിയില്ല. നമുക്കപ്പോ എന്തായാലും ഇതുവഴിയൊക്കെ നടക്കുമ്പോ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നടന്ന് അറൗണ്ട് എൻ്റെ എത്തി. ഞാൻ ഈ വൈഡിലിട്ട് കാണിക്കണോണ്ടാണെന്നും എവിടെ എത്തിയെന്ന് വീഡിയോയിൽ കാണണ്ടാവില്ല. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോവാം. ഇത് കണ്ടിട്ട് ഒട്ടകത്തിനെ കുളിപ്പിക്കണ സ്ഥലം പോലെ ഉണ്ട്. നല്ല മണമുണ്ട് ഇവിടെ. അതേ നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ ആടാ, ആട് പോലത്തെ ഒരു സംഭവം. ഇത് മറ്റേ ആട് ജീവിതത്തിലുള്ള അതേപോലത്തെ സാധനം തന്നെയാണ്. ഫറൊക്കെ ഉള്ള ആട്. അപ്പുറത്ത് പശു എരുമ എന്തോ ഒരു സാധനം നിൽക്കുന്നുണ്ട്. ഒട്ടകമല്ലെന്ന് തോന്നുന്നു. പശു. അതിനെയൊക്കെ കുളിപ്പിക്കണ സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ. ഇടയിൽ അറബി പാട്ടുകൾ ഇട്ടിട്ടുണ്ട്. കോപ്പിറൈറ്റ് അടിക്കാണ്ടിരുന്നാ മതി. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ബിൽഡിംഗ് ആണ്. എന്തായാലും ഉള്ളിലോട്ട് ചെന്ന് നോക്കാം. വേറൊന്നും കാര്യമായിട്ടില്ല ഇവിടെ. ഇവരുടെ ഓഫീസ് എന്തുണ്ടോ ആണെന്ന് തോന്നുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ മെയിനായിട്ട്. ഇതാണ് ഗൈസ് മ്യൂസിയം. ഇവിടെയും മറ്റേതൊക്കെ തന്നെയാണ്. നമ്മുടെ ഗണ്ണ്, പിന്നെ പണ്ടത്തെ ബുള്ളറ്റ്സ്, കുണ്ടകള് ഒക്കെ തന്നെ ഇവിടെ ഉള്ളത്. അപ്പൊ ഗൈസ് ഇവിടെ കാണാനുള്ള എല്ലാം കഴിഞ്ഞു. ഇവിടെ കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. ഇപ്പൊ കണ്ടൊക്കെ തന്നെയാണ് ഉള്ളത്. വെയിൽ മാത്രം കുറെ കൊണ്ടു. നമുക്ക് എന്തായാലും ഇനി നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വിടാം. അപ്പൊ എന്തായാലും പോവാം ഗൈസ്. ഗൈസ് ഫൈനലി വി ആർ അറ്റ് ഫെറാറി വേൾഡ്. കാണാലോ. നമ്മൾ റൈഡ്സിലൊന്നും കയറുന്നില്ല. ജസ്റ്റ് ഒന്ന് സംഭവം എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇത് പാർക്കിംഗ് ആണ്. ഉള്ളിലോട്ട് പോവാം. ഇവിടേക്ക് എന്തൊക്കെയോ കാണാം. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോവാം. കയറി വരുമ്പോൾ തന്നെ ഈ ഒരു വിഷ്വലാണ് കിട്ടുന്നത്. ഇപ്പൊ ഇവിടെയാണ് എല്ലാവർക്കും അറിയാമല്ലോ വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്റർ ഉള്ളത്. അറൗണ്ട് 240 km/h പോണത്. അത് പുറത്തുനിന്നാലും കാണാൻ പറ്റും. കയറിയ കിളി മാറും. എന്തായാലും കയറേണ്ട ടൈമില്ല ഗൈസ്. ജസ്റ്റ് നമ്മളൊന്ന് സ്ഥലങ്ങൾ കാണാൻ മാത്രമാണ് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഉള്ളിലോട്ട് വന്നിട്ട് എന്തൊക്കെ കാണാൻ പറ്റുമെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതേപോലെ തന്നെ യാസ് മോളും ഇവിടെയാണ്. ഇവിടെ കാണാമല്ലോ മേളില് യാസ് മോൾ. ഇത് യാസ് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ശരിക്കും ഈ ഫെറാറി വേൾഡ് ഇരിക്കുന്നത്. അതാണ് ഈ സ്ഥലങ്ങളെല്ലാം യാസ് എന്ന് വിളിക്കുന്നത്. അപ്പം മിക്കവാറും മോളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു നല്ല വ്യൂ കിട്ടുമായിരിക്കും. മോളെപ്പോഴും എനിക്കൊരു വീക്ക്നെസ്സാണ്. സോ ദിസ് ടൈം ഫ്രണ്ടിലൊരു മോളുണ്ടാക്കി കയറാതിരിക്കാൻ പറ്റൂല. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെയാണ് എൻട്രൻസ്.
ഫെറാറി വേൾഡ്. നമുക്ക് ചെന്നിട്ട് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. റോള് കൊള്ളാം, നല്ല അടിപൊളി വൈബ്. ഗൈസ്, നമുക്ക് ആ റോളർ കോസ്റ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റൂല കേട്ടോ. അത് പുറത്ത് നിന്നാൽ തന്നെ കാണാൻ പറ്റൂ. പുറത്ത് പോകണമെങ്കിൽ കുറെ ചുറ്റും കറക്കമൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഡിസ്റ്റൻസ് പോകാനേ പറ്റൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റൂല. നമുക്ക് പോകാൻ പറ്റുന്നത്ര മാക്സിമം പോയി നോക്കാം. സോ നമ്മൾ ഫെറാറി വേൾഡിന്റെ ഉള്ളിലോട്ട് കടന്നു. എനിക്ക് തോന്നുന്നു അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതുവരെ ആയിരിക്കും നമുക്ക് പോകാൻ പറ്റുക. രാവിലെ വന്നിട്ട് നമ്മുടെ വണ്ടർലയിലൊക്കെ പോകുമ്പോൾ ഒരു ദിവസം മൊത്തത്തിൽ സ്പെൻഡ് ചെയ്യണം. കയറുമ്പോൾ തന്നെ ഫെറാറി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് മെർച്ചൻഡൈസ് കാര്യങ്ങൾ കാണാം. പിന്നെ അങ്ങ് ഒരു ഫെറാറിയുടെ ഒരു കാർ അവിടെ തൂക്കി ഇട്ടിട്ടുണ്ട്. റോളർ കോസ്റ്റർ കാണണമെന്നുണ്ടായിരുന്നു ഗൈസ്. ആ റോഡിൽ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു. അതെ, ഇവിടെയാണ് റോളർ കോസ്റ്റർ. പക്ഷെ അത് നമുക്ക് വ്യക്തമല്ല. മൊത്തം ഒരു സ്റ്റേഡിയം ഇങ്ങനത്തെ ഒരു വൈബാണ് ചെയ്തേക്കുന്നത്. അങ്ങ് കാണാലോ ഗൈസ്, ഇതാണ് റോളർ കോസ്റ്റർ. പക്ഷെ റോഡിൽ നിന്ന് അത് പക്കാ വ്യൂ ആണ്. ഇതിൻ്റെ അകത്ത് നിന്ന് ആ ഒരു വ്യൂ കിട്ടൂല. ജസ്റ്റ് ഒന്ന് കാണാന്നേ ഉള്ളൂ. മെയിനായിട്ട് വേറെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ റോളർ കോസ്റ്റർ ഇതേ ഇവിടെ കാണാം ചെറുതായിട്ട്. അതിന്റെ ചെറിയൊരു കമ്പി മാത്രം കാണാം ഇവിടെ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ടിക്കറ്റിംഗ് കൗണ്ടർ വരുന്നത്. സോ പിന്നെ ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ബൂത്ത് ഉണ്ട്, മെർച്ചൻഡൈസ് കാര്യങ്ങളൊക്കെയാണ്. മെയിനായിട്ട് ഇവിടെ മെർച്ചൻഡൈസിന്റെ സെല്ലിങ്ങും അതും ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നത്. പിന്നെ അപ്പുറത്ത് പോകണമെങ്കിൽ ഇവിടെ നിന്ന് സ്കാൻ ചെയ്താൽ മാത്രമേ പോകാൻ പറ്റൂ. എന്തായാലും അങ്ങോട്ട് വേണ്ട ഭാഗ്യം നമുക്ക് തൽക്കാലം ഇല്ല. വേണം നമുക്ക് ഈ മെർച്ചൻഡൈസ് സ്റ്റോറിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നോക്കാം. പിന്നെ ഇവിടെ ഒരു ഫെറാറിയുടെ ഒരു റേസിംഗ് കാറിന്റെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം ഫോട്ടോയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. സംഭവം എന്തായാലും കൊള്ളാം ഗൈസ്. അപ്പം നമ്മുടെ മെർച്ചൻഡൈസ് സ്റ്റോറി വന്നിട്ടുണ്ടെങ്കിൽ ഫെറാറിയുടെ കുറെ ഡിസ്പ്ലേ പീസസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് വിൽക്കാൻ വെച്ചേക്കണാണോന്ന് അറിയാൻ പാടില്ല കേട്ടോ. ആണെന്ന് തോന്നുന്നു 599999 ഉള്ള ഒരു കാർ വാങ്ങേണ്ട പൈസ ഉണ്ട് ഇത് വാങ്ങാനായിട്ട്. മറ്റത് തന്നെയാണ് ഇവിടെ ക്ലോത്തിങ്സ് കാര്യങ്ങള്, ഇവിടെ കുറെ കാർ ആൻഡ് ആക്സസറീസ്. 60% ഓഫ് 499 dirhams. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഈ ഷൂ ഞാൻ കണ്ടിട്ടുണ്ട്, പ്യൂമ ഫെറാറി കൊളാബറേഷൻ. മെയിനായിട്ട് ഇവിടെ മൊത്തം ഇത് തന്നെയാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഫുള്ള് ഫെറാറി ബേസ്ഡ് മെർച്ചൻഡൈസ് മാത്രം. അവിടെ ഹോട്ട് വീൽസിനെ പോലത്തെ കാർ ഇത്ര ആയിരിക്കും, നല്ല സാധനമാണെന്ന് തോന്നുന്നു. നല്ല വിലയുണ്ടല്ലോ. വാങ്ങണമെന്നുണ്ട്, ഇതൊക്കെ വെച്ച് കളിക്കേണ്ട പ്രായം കഴിഞ്ഞു. ഓക്കെ, ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കാറ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല ഗൈസ് കാര്യമായിട്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് മോൾ അത് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോവാം. പിന്നെ എക്സിറ്റിന്റെ ഇവിടെയും ഒരു ഫെറാറിയുടെ കാർ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നിനുമില്ല, ഇവിടെ നിന്നിട്ട് പിക്ക് എടുക്കാം, ഇത്രേ ഉള്ളൂ. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ നിന്നാലും നമുക്കൊരു ഉള്ളിലുള്ള ഒരു വിഷ്വല് കിട്ടും. പക്ഷെ ഇവിടെ ഒന്നും പോകാൻ പറ്റൂല, എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. എന്തായാലും ഇതാണ് ഫെറാറി വേൾഡിന്റെ അകത്തുള്ള കാഴ്ചകൾ. അകത്തെല്ലാം കുറവാണ്, പിന്നെ പുറത്തോട്ട് മറ്റേ റോളർ കോസ്റ്റർ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇനി നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബാക്കി മോള് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ റോളർ കോസ്റ്റർ റൈഡ്. ഇത് ജസ്റ്റ് ചെറിയൊരു പാർക്ക് മാത്രമാണ്, നല്ല നീളത്തിനുണ്ട് പുറത്തോട്ട്. ഗൈസ്, അപ്പം എന്തായാലും എല്ലാം കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി. ഇന്നും വലിയൊരു യാത്രയായിരുന്നു, കാരണം കുറെ ദൂരം നടന്നു. നമ്മൾ ദുബായിൽ നിന്ന് നേരെ അബുദാബി പോയി, അവിടെ നിന്ന് തിരിച്ചു വന്നു. ഒരു ഫുൾ ഡേ നീണ്ടു നിന്നൊരു യാത്രയായിരുന്നു. സോ എൻജോയ് ചെയ്തോന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ഗുഡ്. എന്തായാലും ഇനി നാളെ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് വരുന്നത്. നാളെ എന്ന് പറഞ്ഞാൽ മിക്കവാറും നിങ്ങൾ വീഡിയോ കാണുന്ന അടുത്ത ആഴ്ച ആയിരിക്കും. ഞാനിവിടെ നാളെ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. പിന്നെ ഇന്നിനിപ്പോൾ രാത്രി ഇപ്പോൾ അറൗണ്ട് 7:15 നമുക്ക് നേരെ ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിലോട്ട് പോകണം. എന്നിട്ട് അവിടെ ഒരു പാക്കേജ് ഉണ്ട്. മീൻസ് ഇവിടെ നൂണാണല്ലോ, നമ്മുടെ നാട്ടിലെ ഫ്ലിപ്കാർട്ട് ഇവിടെ നൂണെന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇവിടെ ആമസോൺ കിട്ടും, പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ നൂണാണ്.
സോ അവരുടെ ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഹോം ഡെലിവറി ഉണ്ട്, അതല്ല നമുക്ക് ഡെലിവറി പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചില ഡെലിവറി സമയത്ത് ഡെലിവറി ഏജന്റ് വിളിക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവാറില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് സാധാരണ അന്നത്തേക്ക് തിരിച്ചു പോയിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എത്തണം. ചിലപ്പം അടുത്ത ദിവസം എത്തും, ചിലപ്പോൾ 2 ദിവസം കഴിയും, ചിലപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഇല്ലെങ്കിൽ അത് റിട്ടേൺ വരെ പോകാറുണ്ട്. എന്നാൽ ദുബായിൽ ആ ഒരു പ്രശ്നമില്ല. ദുബായിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡെലിവറി പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ സ്ഥലമുണ്ട്. അവിടെ ഒരു ലോക്കർ ഉണ്ടാവും, ആ ലോക്കറിലാണ് അവർ ഡെലിവറി ചെയ്യണത്. അപ്പം ഞാൻ എന്തായാലും അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ലെങ്ത് കൂട്ടുന്നില്ല, പക്ഷെ അതെനിക്കൊരു ഷോർട്സ് ആക്കി ഇടണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അതിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ഷോർട്സ് ആക്കി ഇടാം. അപ്പോൾ അതിനും സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ആൻഡ് ദിസ് ഈസ് മീ ആൽഫിൻ സൈനിങ് ഓഫ് ഫ്രം ദുബായ്. ബൈ ബൈ.